കപ്പൽ നിർമ്മാണശാല തുടങ്ങുമെന്ന് വി ഡി സതീശൻ പറയുന്നു. പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. വ്യവസായ മന്ത്രി അറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയും ഇടതുപക്ഷ ഗവൺമെൻറ് MOU സൈൻ ചെയ്ത ഒരു അവർ ഇൻവെസ്റ്റ് കേരള അപ്ലൈ ചെയ്ത കൊച്ചിയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നല്ല, അവർ ആ 300 കോടിയിൽ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനിധികൾ വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുമുണ്ട് കാര്യം. പക്ഷെ അത് ഈ LDF പറയുന്ന ഗവൺമെൻറ് തന്നെ തുടർച്ചയല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കലാണല്ലോ ഞങ്ങളുടെ പണി. അതിലൊരു സ്റ്റെപ്പ് ഫോർവേഡ് ഉണ്ടായിട്ടുണ്ട് ടാറ്റയുടെ. എമൗണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലല്ല, ഇപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ടാറ്റയുടെ പ്രതിനിധി ബഹുമാന മുഖ്യമന്ത്രിയും എന്നെയും വന്ന് കണ്ടു. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കാലത്തുണ്ടായ പുരോഗതിയാണ്. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ കാലത്തുണ്ടായ കാര്യം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ വന്നു, അപ്പോൾ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അവർ വന്നു, ചർച്ച നടത്തി, അത് ഫോർവേഡാണ്. അതും മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചല്ലോ. ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കേരളത്തിലുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MOU ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമയത്ത് അവർ ഔദ്യോഗികമായിട്ട് വന്ന് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മലബാർ സിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കരാറായതുകൊണ്ട് ഇനി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല ഫയൽ. അറിഞ്ഞിട്ടില്ല എന്നാണ് ഇത് MOU സൈൻ ചെയ്തെന്ന് കഴിഞ്ഞ വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല അതെന്തോ ആട്ടെ, ഞാൻ ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് എന്നേ പറഞ്ഞുള്ളൂ, അല്ല 10,000 കോടി എന്ന് ഞാൻ പറഞ്ഞില്ല. We are inviting investments. We are doing the exercise of inviting the investment to Kerala also. Yeah. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata group. Okay. For investing for 10,000 crores investment for shipbuilding. Many other companies are coming. ഏത് ഷിപ്പ് എന്തോ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. മലബാർ സിമെൻറ്റിൻ്റെ പോർട്ട് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് കൊച്ചി പോർട്ടിൽ നിന്ന് മലബാർ സിമെൻറ്റിൻ്റെ ഒരു ഡോക്ക് അവിടെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി കൊച്ചി പോർട്ടിൽ നിന്ന് ഒരു സ്ഥലം ലീസിനെടുത്തിരുന്നു. ആ സ്ഥലത്ത് ആണ് ഇവർ ഈ പ്രോജക്റ്റ് ടാറ്റ വന്ന് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനെടുത്ത് നോക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എന്നെയും വന്ന് കണ്ടു. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലേ. എമൗണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ആകെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ടാറ്റ വന്ന് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ ടാറ്റൻ്റെ പേരിൽ ഒരു കളവറിഞ്ഞൊന്നുമല്ല. അങ്ങനെ ടാറ്റൻ്റെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രോജക്റ്റ് എന്ന് അപ്പോൾ ഞങ്ങളതാണെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞാൽ അത് കാര്യമില്ലല്ലോ. കാരണം ഗവൺമെൻറ് തന്നെ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ പല ചർച്ചകളും നടക്കും. ആണല്ലോ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് കേരളയിൽ അവർ വെച്ച പ്രോജക്റ്റാണ്, ഇന്ന പ്രോജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന ടാറ്റയുടെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഉണ്ടാവണം ഇതിൻ്റെ ഫോട്ടോ അല്ലേ, ഷെയർ ചെയ്തൂടെ? എന്താ തെരഞ്ഞെടുപ്പ് കാലത്തല്ല, VD സതീശൻ മുഖ്യമന്ത്രിയെയും എന്നെയും ഈ അസംബ്ലി സമയത്ത് ഈ ടാറ്റ എന്ത് ഗ്രൂപ്പാണ് ഞാൻ നോക്കി പറഞ്ഞത് നോക്കട്ടെ, ഗ്രൂപ്പ് വന്ന് കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ഇവർ പറയുന്ന ഇൻവെസ്റ്റ് കേരളയിൽ വന്നു എന്നറിയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ 300 കോടിയാണ്. അതാണ് മലബാർ സിമെൻറ്റിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞത്. അത് വസ്തുതയാണ്. പിന്നെ ടാറ്റ അറിഞ്ഞിട്ടില്ല പറഞ്ഞാൽ മതി. ഇതൊരു ടാറ്റ അറിയില്ല.
അല്ല ഇത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം, ഞങ്ങൾ നോക്കട്ടെ, തപ്പിയെടുക്കാം, ഒന്ന് കണ്ടതിൻ്റെ. മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ ഒന്നിങ്ങനെ ടാറ്റാ ഗ്രൂപ്പ് വന്ന് സംസാരിച്ചു, അപ്പം എൻ്റെ എമൗണ്ട് ഇതാ, ഇത് ഷെയർ ചെയ്യാം അല്ലേ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഞങ്ങൾ വന്ന് കണ്ടതാണ്.